1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച്, ഈ ലോകം രണ്ടും ആകാശം ഭൂമികളും എല്ലാം മുട്ടിയതായിരുന്നു. പിന്നെ ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഈ ലോകം മുഴുവനും രണ്ടായി മാറിയത്, ആകാശം വരെ ഭൂമിയായി വേറെ മാറിയത്. വൈജ്ഞാനികൾ പോലും കണ്ടെത്തിയത് എത്രയോ നൂറ്റാണ്ടുകൾ ഇപ്പുറമാണ്, എത്രയോ വർഷങ്ങൾ ഇപ്പുറമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് കാലത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന് ഖുർആനിലൂടെ പറയുമ്പോൾ ഇതൊരു ദൈവത്തിന്റെ ഗ്രന്ഥമല്ല. അള്ളാഹു ഇവിടെ പറയുന്നില്ലേ ഖുർആനിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ്. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. ആകാശഭൂമികളും ഇതെല്ലാം മുട്ടിയതായിരുന്നു, അതിനെ ഞാൻ വേർപ്പെടുത്തിയെന്ന് ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു? ഇതൊരു ദൈവത്തിന്റെ ഖുർആൻ, ഒരു ദൈവത്തിന്റെ ഗ്രന്ഥമല്ലാണ്ട്. ദൈവം ജനിച്ചിട്ടുണ്ട്, ദൈവത്തിന് മരണമുണ്ട്, ദൈവത്തിന് കുട്ടികളുണ്ട്, ദൈവത്തിന് മാതാപിതാക്കളുണ്ട്. ഇത് നിങ്ങളെ എവിടെ എത്തിക്കുന്നു വെച്ചാൽ പരമ്പര. ഇതിനു മുമ്പ് ആരുണ്ടായിരുന്നു? ആ ദൈവത്തിന് മുമ്പ് ആരുണ്ടായിരുന്നു? ആ ദൈവത്തിന് ആരാണ് സൃഷ്ടിച്ചത്? ആ ദൈവത്തിന് ആരാണ് സൃഷ്ടിച്ചത്? ഇങ്ങനെ ഈ ചോദ്യത്തിന് അറ്റമുണ്ടാവില്ല. പക്ഷേ ഈ ലോകത്ത് ഏകനായ അള്ളാഹു ആണെങ്കിൽ അവന് ജനനമില്ല, അവന് മരണമില്ല, അവന് മാതാപിതാക്കളില്ല, അവന് കുടുംബമില്ല, അവന് മക്കളില്ല. അവന് കാലത്തിന് മുമ്പ്, ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്ത് മനുഷ്യന്മാര് ഉള്ളതിന് മുമ്പ്, ഈ ലോകത്തിന് മുമ്പ്, എല്ലാത്തിനും മുമ്പ് അവൻ ഉണ്ടായിട്ടുണ്ട്. ഇനി മുമ്പ് ഈ ലോകവും മനുഷ്യന്മാരും എല്ലാം നശിച്ചാലും അവൻ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നാം മനസ്സിലാക്കുക. അതാണ് ദൈവം. എന്നിട്ട് അല്ലാഹു പറയാണ്, അവനെ പോലെ ഈ ലോകത്ത് അവനെ പോലെ യാതൊന്നുമില്ല. യാതൊന്നും വെച്ചാൽ ആരുമില്ല അവനെ പോലെ. ഇതിന്റെ രൂപമോ അല്ലെങ്കിൽ മനുഷ്യന്മാരെ രൂപമോ പ്രാണികളുടെ രൂപമോ ഇതിനൊക്കെ അപ്പുറമായിരിക്കും. ഇതിനെ കുറിച്ച് നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ മനസ്സിലിങ്ങനെ കണ്ണടിച്ചിട്ട് ഈ ലോകത്തിലില്ലാത്ത ഒരു കളർ, ഈ ലോകത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കളറിന് നമ്മുടെ കണ്ണിൽ, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് പറ്റില്ല ഒരു പുതിയ കളറിനെ കൊണ്ടുവരാൻ. അതേപോലെയാണ് ഇപ്പോ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, കണ്ണും മൂക്കും വായും, ഇതിന് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. മനുഷ്യന് ഒരു കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അവൻ ആ കണ്ണിന്റെ വാല്യൂ അറിയുന്നത്. പിന്നെ അവന്റെ ഇടീ ജീവിതം തന്നെ ആ കണ്ണ് തിരിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും. അത് നഷ്ടപ്പെട്ടതോടുകൂടെയാണ് അവൻ അതിന്റെ മഹത്വങ്ങൾ അറിയുന്നത്. ഇതൊക്കെ ഈ ലോകത്തിന്റെ ഒരു കണ്ണിലൂടെ കൂടെ മാത്രമാണ് കാണുന്നത്. പക്ഷേ അള്ളാഹു നിങ്ങളെ അടിക്കടിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തില് ഒരു ചെറിയ മുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറക്കുന്നതിന് പോലും ഒരു വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. ഒരു ചെറിയ മുള്ള് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറക്കുന്നതിന് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം. മനുഷ്യൻ ദൂരയിൽ നിന്ന്, ഇത് സ്വഹിയായ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ദൂരയിൽ നിന്ന് സ്വർഗത്തിനെ കാണുവാണ്. ആ സ്വർഗത്തിനെ കാണുമ്പോൾ ഈ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളും ഒരു സെക്കൻഡിൽ മറന്നു പോവാണ് സ്വർഗത്തിനെ കാണുന്നത് കൂടെ. എന്നിട്ട് അവൻ മനസ്സിലൂടെ ചിന്തിച്ചു പോവാണ്, ഇനിയും കുറച്ചും കൂടെ ആ ലോകത്ത് എനിക്ക് വേദനകൾ, പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അത്രക്കും മനോഹരമായിരിക്കും നിങ്ങളുടെ ആ മരണശേഷമുള്ള ജീവിതം. അപ്പൊ ഇതിനുള്ള ഉദാഹരണം, ഇപ്പോ ഞാൻ നിങ്ങളോട് ഒരു 10 മിനിറ്റ് ഞാൻ കുറച്ച് നിന്നെ വേദനിപ്പിക്കും, എനിക്ക് വേണ്ടി നീ കുറച്ച് ജീവിക്കണമെന്ന് 10 മിനിറ്റ് ഞാൻ നിന്നോട് പറഞ്ഞു. ആ 10 മിനിറ്റ് നീ എന്റെ വേദനകൾ സഹിച്ചാൽ, ഞാൻ തരുന്ന വേദനകൾ സഹിച്ചാൽ, ഒരു 50 വർഷക്കാലം നിനക്ക് ഒരു വേദനയും ഇല്ലാതെ പോലെ എന്റെ ലൈഫിൽ എല്ലാം ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 5 മിനിറ്റ്, ആ 10 മിനിറ്റുള്ള വേദന നമ്മൾ സഹിക്കാൻ തുടങ്ങും. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും സഹിക്കും. ഈ കാര്യമല്ല അള്ളാഹു പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ഉറക്കം, ജോലി, ഭക്ഷണം ഇതൊക്കെ കഴിച്ച് കുറച്ചു കാലം മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്നു. കുറച്ചു കാലം ഈ ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചാൽ ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും ദുഃഖമില്ലാത്ത, വേദനകളില്ലാത്ത
സന്തോഷം മാത്രമുള്ള ഒരു ലോകം നിങ്ങൾക്ക് അള്ളാഹു തരുമെന്ന് പറയുന്നു. ചില പ്രാർത്ഥനകള് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട്, അവന് നാളെ ഇന്റർവ്യൂ ആണ്, അവൻ അള്ളാഹുവിനോട് കൈനീട്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി മുഴുവനും പഠിച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്നിട്ട്. എന്നിട്ട് അവൻ പിറ്റേ ദിവസം എണീച്ച് കുളിച്ച് നല്ല ശുദ്ധിയായി അവൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പോകുന്ന സമയത്ത് ആ സ്റ്റാൻഡിലേക്ക് അവൻ പോകുന്ന ഇന്റർവ്യൂവിന്റെ ആ സ്ഥലത്തിൽ ഒറ്റൊരു ബസ് മാത്രമേ ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ആ ബസ് അവൻ വരുന്നതിന് മുമ്പ്, അന്നത്തെ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ ആ ബസ് പോയി. നേരം ചിന്തിക്കുവാണ്, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവത്തിന് നന്ദിയില്ല എന്നവൻ ചിന്തിച്ചു പോവാണ്. കുറച്ചു കഴിഞ്ഞ് അവൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ അവൻ ന്യൂസ് ഇട്ട് നോക്കുമ്പോ അവൻ ആ ന്യൂസിലൂടെ കാണാണ് ആ ബസ് ആക്സിഡന്റിലൂടെ ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടു. അല്ലാഹു അവന്റെ പ്രാർത്ഥന അതിമനോഹരമായ രീതിയിൽ ബസ്സിൽ അവൻ സഞ്ചരിച്ചിരുന്നെങ്കിൽ അവനും ആ കൂട്ടത്തിൽ മരണപ്പെടുമായിരുന്നു. പക്ഷേ അല്ലാഹു അവൻ അറിയാതെ അവൻ പ്രാർത്ഥിച്ചതിനേക്കാളും ഏറ്റവും മനോഹരമായ രീതിയിൽ അല്ലാഹുവിനെ ഉത്തരം കൊടുത്തു. ചില കർമ്മങ്ങൾ ഇന്ന് നമ്മൾ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ്, കൊറോണ, ഇതൊക്കെ മനുഷ്യന്മാരെ കർമ്മം കൊണ്ടാണ് ഈ ലോകത്ത് ഇതൊക്കെ ഉണ്ടായത്. കർമ്മങ്ങളുടെ ഇതിനൊക്കെ കാരണം മനുഷ്യന്മാർ തന്നെയാണ്. കാരണം ഈ ലോകത്ത് നമ്മൾ വരുന്നതിനേക്കാളും മുമ്പ് ഈ ലോകത്ത് കുറെ ജീവികളുണ്ടായിരുന്നു, പക്ഷികളുണ്ടായിരുന്നു, പ്രാണികളുണ്ടായിരുന്നു, ഈ ലോകത്ത് കുറെ ജന്തുക്കളുണ്ടായിരുന്നു. ഇതൊക്കെ മനോഹരമായ രീതിയിൽ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ഈ ലോകത്തിലേക്ക് മനുഷ്യന്മാരെ അയക്കുമ്പോൾ അള്ളാഹു ഇത് മലക്കുകളോട് പറഞ്ഞപ്പോ ബർസിഖിയായ ആ ലോകത്ത് മലക്കുകൾ ചോദിക്കുകയാണ്, ഈ ലോകത്ത് കുഴപ്പങ്ങളും രക്തങ്ങളും ചിന്തിക്കുന്ന ഈ മനുഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയക്കുവാണോ, സൃഷ്ടിക്കുവാണോ?